മൊഡ്യൂൾ 2 ടൈപ്സ് ഓഫ് ഇൻവെൻറ്ററി പാർട്ട് 2. നമ്മൾ ബേസിക് 2 ടൈപ്സ് ഓഫ് ഇൻവെൻറ്ററീസ് കഴിഞ്ഞ പാർട്ട് 1 പറഞ്ഞിരുന്നു. ഡയറക്റ്റ് ഇൻവെൻറ്ററി ആൻഡ് ഇൻഡയറക്റ്റ് ഇൻവെൻറ്ററി. അത് കൂടാതെ വരുന്ന ചില ഇൻവെൻറ്ററീസിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദെൻ മെറ്റീരിയലി ദർ ആർ 4 ടൈപ്സ് ഓഫ് ഇൻവെൻറ്ററീസ് ഓൺലി ആസ് എക്സ്പ്ലൈൻഡ് എബവ്. നേരത്തെ പറഞ്ഞ ആ 4 ടൈപ്സ് ഓഫ് ഇൻവെൻറ്ററിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്. അത് ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് ഇൻവെൻറ്ററീസിൽ വരുന്ന ഐറ്റംസ് ആണ് മെയിനായിട്ട് വരുന്ന ഇൻവെൻറ്ററീസ്. ഫോളോയിങ് ടൈപ്സ് ഓഫ് ഇൻവെൻറ്ററീസ് ആർ എയ്തർ ദ റീസൺ ടു ഹോൾഡ് ദിസ് ഫോർ ബേസിക് ഇൻവെൻറ്ററീസ് ഓർ ബിസിനസ് റിക്വയർമെൻറ്റ്സ് ഫോർ ദ സെയിം. അപ്പോൾ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത് മെറ്റീരിയലി ദർ ആർ 4 ടൈപ്സ് ഓഫ് ഇൻവെൻറ്ററീസ് ഓൺലി ആസ് എക്സ്പ്ലൈൻഡ് എബവ്. മുകളിൽ പറഞ്ഞ 4 ടൈപ്സ് ഓഫ് ഇൻവെൻറ്ററീസ് ആണ് ബേസിക്കലി ഉള്ളത്. അതായത് ഇൻഡയറക്റ്റ് ഇൻവെൻറ്ററീസിൽ MRO ഇൻവെൻറ്ററീസും, അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻവെൻറ്ററിയിൽ റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. Following types of inventories are either the reason to hold those for basic inventory or business requirement for the same. അപ്പോൾ മുകളിൽ പറഞ്ഞ 4 ഇൻവെൻറ്ററീസ് കീപ്പ് ചെയ്യാനുള്ള റീസൺസ് ആയി ഈ താഴെ പറയുന്ന ടൈപ്പ് ഓഫ് ഇൻവെൻറ്ററീസ് വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. First one is goods in transit. Under normal conditions, a business transports raw materials, work in progress, finished goods, etc. from one side to another for various purposes like sales, purchase, further processing, etc. അപ്പോൾ ഗുഡ്സിനെ ഒരു സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുവരുന്നത് മെയിനായിട്ട് എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ്? സെയിൽസിന് വേണ്ടിയിട്ടാവാം, പർച്ചേസിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഫർദർ പ്രോസസ്സിന് വേണ്ടിയിട്ടാവാം. സെയിൽസിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കാം. ദെൻ പർച്ചേസ് എന്ന് പറയുമ്പോൾ അവിടെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതാവാം. ദെൻ ഫർദർ പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിസിനസ് റോ മെറ്റീരിയൽസും വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ദെൻ ഡ്യൂ ടു ലോങ് ഡിസ്റ്റൻസസ് the inventory stays on the way for days, weeks and even months depending on distances. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഉള്ള ഈ പറഞ്ഞ റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സോ ഫിനിഷ്ഡ് ഗുഡ്സോ ഒരു സൈറ്റിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ അധികം ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറേ ടൈം എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൽ നിന്നായിരിക്കും ഈ ഐറ്റംസ് ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഗുഡ്സ് ആ ഒരു ട്രാൻസ്പോർട്ടിൽ അല്ലെങ്കിൽ ആ ഒരു വെഹിക്കിളിൽ വളരെയധികം ഡേയ്സ് അല്ലെങ്കിൽ വീക്സ്, ഈവൻ പല മന്തുകൾ ആ ഒരു ഡിസ്റ്റൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിളിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ദിസ് ആർ കോൾഡ് ഇൻവെൻറ്ററി ഓർ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ ആ ട്രാൻസിഷൻ പ്രോസസ്സ്, ഒരു സൈറ്റിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്ക് ഗുഡ്സ് കൊണ്ടുവരുന്ന ആ ട്രാൻസിഷൻ പ്രോസസ്സിൽ ഇരിക്കുന്ന ഗുഡ്സിനെയാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. Goods in transit may consist of any type of basic inventories. ഏത് ടൈപ്പ് ഓഫ് ഇൻവെൻറ്ററീസും അതിൽ പെടാം. നമ്മൾ പറഞ്ഞു റോ മെറ്റീരിയൽസ് ആയിരിക്കാം ചിലപ്പോൾ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുവരുന്നത്, ചിലപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കാം, ചിലപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കാം. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബഫർ ഇൻവെൻറ്ററി. ഫോർ ദ പർപ്പസ് ഓഫ് മീറ്റിംഗ് ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ്. ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അൺസർട്ടനിറ്റീസ് മീറ്റ് ചെയ്യുക എന്നുള്ളൊരു റീസണിലാണ് ഈ ബഫർ സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ ഇൻവെൻറ്ററി കീപ്പ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സേഫ്റ്റി സ്റ്റോക്ക്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇൻവെൻറ്ററി ബിസൈഡ്സ് ദ കറണ്ട് ഇൻവെൻറ്ററി റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇതിനെ സേഫ്റ്റി സ്റ്റോക്ക് എന്നും പറയാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കറണ്ട് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഇൻവെൻറ്ററിയിൽ കൂടുതൽ നമ്മുടെ കയ്യിലുള്ള ഇൻവെൻറ്ററിനെയാണ് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്ന് കുറച്ച് ഇൻവെൻറ്ററീസ് കൂടുതൽ വേണ്ടി വന്നാൽ പെട്ടെന്ന് ചിലപ്പോൾ സപ്ലൈ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള അൺസർട്ടനിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന കുറച്ച് ഇൻവെൻറ്ററിനെയാണ് ബഫർ ഇൻവെൻറ്ററി അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. The benefit is smooth business flow and customer satisfaction, and disadvantages the carrying cost of inventory. ബഫർ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ബിസിനസ് പ്രോസസ്സ് സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സ്റ്റോക്ക് ഇല്ലാത്തത് മൂലം നമ്മൾക്ക് ആ ഒരു ഓപ്പറേഷൻ, മാനുഫാക്ചറിങ് ഓപ്പറേഷൻ നിർത്തി വെക്കേണ്ടി വരില്ല.
ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകും. കാരണം കറക്റ്റ് ടൈമിൽ അവർക്ക് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. അങ്ങനെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി. കൂടുതൽ ഇൻവെൻറ്ററി കൊണ്ടുവരേണ്ടി വരുമ്പോൾ, അതായത് നമ്മൾക്ക് സാധാരണ കൊണ്ടുവരേണ്ടതിനേക്കാളും കുറച്ച് കൂടുതൽ കൊണ്ടുവരേണ്ടി വരുമ്പോൾ പോലും അതിന് ക്യാരിയിങ് കോസ്റ്റ് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ raw materials as buffer stock is kept for achieving non-stop production. അപ്പോൾ റോ മെറ്റീരിയൽസ് നമ്മൾ ബഫർ സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡിലേ ഒന്നും വരാതെ നോൺ സ്റ്റോപ്പായിട്ട് പ്രൊഡക്ഷൻ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് ഫോർ ഡെലിവറി എനി സൈസ് എനി ടൈപ്പ് ഓഫ് ഓർഡർ ബൈ ദ കസ്റ്റമർ. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഗുഡ്സ് സ്റ്റോക്കായിട്ട് കുറച്ച് കൂടുതൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് ഡിമാൻഡ് വരുമ്പോൾ ആ ടൈമിൽ തന്നെ അത് സപ്ലൈ ചെയ്യുക എന്നുള്ളൊരു മോട്ടീവോട് കൂടിയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ഗുഡ്സ് സ്റ്റോക്ക് ചെയ്ത്, ഫിനിഷ്ഡ് ഗുഡ്സ് കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിമാൻഡ് കൂടുകയാണെങ്കിൽ നമുക്ക് ആ ടൈമിൽ പ്രൊഡക്ഷൻ നടത്തിയിട്ട് ആ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുറച്ച് കൂടുതൽ ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ബഫർ സ്റ്റോക്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആൻറ്റിസിപ്പേറ്ററി സ്റ്റോക്ക്. Based on the past experiences, a businessman is able to foresee the future trends of market and take certain decisions based on that. അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി സ്റ്റോക്ക് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ്ങിലുണ്ട് ഫ്യൂച്ചറിൽ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണുക, അല്ലേ? അതിനെയാണ് ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് മാൻ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫ്യൂച്ചറിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന ട്രെൻഡുകൾ അല്ലെങ്കിൽ ചേഞ്ചസ്, ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ എങ്ങനെയാണെന്ന് മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ അതിനനുസരിച്ച് ആ ബിസിനസ് മാന് ചില കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനും അതുപോലെ തന്നെ അയാളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് കുറച്ച് സ്റ്റോക്ക്, ആൻറ്റിസിപ്പേറ്ററി സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നു. എക്സ്പെക്റ്റിംഗ് എ പ്രൈസ് റൈസ്, a spurt in demand, etc. Some businessmen invest money in stocking some goods. അപ്പോൾ ഫ്യൂച്ചർ, അതായത് പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് ചില ബിസിനസ്മാൻമാർക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രൈസിലുണ്ടാകുന്ന റൈസുകൾ, അതായത് ഇപ്പോൾ റോ മെറ്റീരിയൽസ് ഇപ്പോൾ ഉള്ള കോസ്റ്റിനായിരിക്കില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് ആവില്ല, ചിലപ്പോൾ 1 വീക്ക് കഴിയുമ്പോൾ. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ബിസിനസ്മാൻമാരാണെങ്കിൽ കുറച്ച് സ്റ്റോക്ക് മുൻകൂട്ടി ബൈ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഡിമാൻഡിൽ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ആൻറ്റിസിപ്പേറ്ററി സ്റ്റോക്ക് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. സച്ച് കൈൻഡ് ഓഫ് ഇൻവെൻറ്ററി ഇസ് നോൺ ആസ് ആൻറ്റിസിപ്പേറ്ററി സ്റ്റോക്ക്. ദെൻ ഇറ്റ് ഈസ് നോർമലി ദ റോ മെറ്റീരിയൽസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ദിസ് സ്ട്രാറ്റജി ഇസ് എക്സിക്യൂട്ടഡ് ബൈ ട്രേഡേഴ്സ്. അപ്പോൾ മെയിനായിട്ട് റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് ഗുഡ്സുമാണ് ആൻറ്റിസിപ്പേറ്ററി സ്റ്റോക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ട്രേഡേഴ്സാണ് മെയിനായിട്ട് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡീകപ്പിളിംഗ് ഇൻവെൻറ്ററി. അപ്പോൾ ഡീകപ്ലിംഗ് ഇൻവെൻറ്ററിയിൽ പറയുന്നത് ഇൻ മാനുഫാക്ചറിങ് കൺസേൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ഷുഡ് ഓൾവേസ് കീപ് റണ്ണിങ്. പ്ലാന്റ് ആൻഡ് മെഷീനറി എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ, അതായത് അതിന് സ്റ്റോപ്പേജ് ഒന്നും വരാത്ത രീതിയിൽ എപ്പോഴും റൺ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ടതുണ്ട്. The act of stopping machinery cost the enterprise in terms of additional setup cost, repairs, idle time, depreciation, damages, trial runs, etc. അപ്പോൾ ഏതെങ്കിലും മെഷീനറീസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നാൽ അത് ആ പ്രൊഡക്ഷൻ യൂണിറ്റിന് ഫുള്ള് പല കോസ്റ്റുകളും അഡീഷണൽ കോസ്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അതായത് സെറ്റിംഗ് അപ്പ് കോസ്റ്റ്, അതായത് സെറ്റപ്പ് കോസ്റ്റ്, അതുപോലെ റിപ്പയർസ്, ഐഡിയൽ ടൈം വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ അവിടെ ഡിപ്രീസിയേഷൻ വരാം, ചിലപ്പോൾ ഡാമേജസ് വരാം, ട്രയൽ റൺസ്. അതുകൊണ്ടും അങ്ങനെയുള്ള റീസൺ കൊണ്ട് മെഷീനറി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നാൽ പലതരത്തിലുള്ള അഡീഷണൽ കോസ്റ്റുകളും ഒരു മാനുഫാക്ചറിങ് കൺസേണിന് വരാൻ സാധ്യതയുണ്ട്. ഇൻ എ പ്രൊഡക്ഷൻ ലൈൻ വൺ മെഷീനറി ഓർ പ്രോസസ് യൂസ് ദ ഔട്ട്പുട്ട് ഓഫ് അതർ മെഷീൻസ് ഓർ പ്രോസസ്സസ്. ഒരു പ്രൊഡക്ഷൻ ലൈനിൽ ഒരു മെഷീനറി പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ആയിരിക്കും ചിലപ്പോൾ മറ്റൊരു മെഷീനറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രൊഡക്ഷൻ ലൈനിൽ കാണാം മെഷീനറീസിൽ ഒരു മെഷീനിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റംസ് അതിൻ്റെ ഒരു പാത്തിലൂടെ പോയിട്ട് മറ്റൊരു മെഷീനറിയിലൂടെ കയറിയിട്ട് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് മറ്റൊരു മെഷീൻ്റെ ഇൻപുട്ടായിട്ട് വരാറുണ്ട്. ദെൻ ദ സ്പീഡ് ഓഫ് ഡിഫറെൻറ്റ് മെഷീൻസ് മേ നോട്ട് ഓൾവേസ് ഇൻ്റഗ്രേറ്റ് വിത്ത് ഈച്ച് അതർ.
പല മെഷീനുകളും പല സ്പീഡിലായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മെഷീൻ്റെ സ്പീഡായിരിക്കില്ല മറ്റൊരു മെഷീൻ ഉണ്ടാകുന്നത്. For that reason, the stock of input for all the machines should be sufficient to keep the factory running. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് സ്റ്റോക്ക്, അതായത് ഒരു മെഷീൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന ആ സ്റ്റോക്ക് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. Then such work in progress inventory is called decoupling inventory. അപ്പോൾ നമ്മൾ പറഞ്ഞു, ചിലപ്പോൾ ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന പ്രൊഡക്റ്റ് മറ്റൊരു മെഷീൻ്റെ ഇൻപുട്ടായിരിക്കാം. അതായത് ഒരു പ്രൊഡക്ഷൻ ചെയ്ത് വരുന്ന ഔട്ട്പുട്ട് മറ്റൊന്നിൻ്റെ ഇൻപുട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ അല്ല, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് അല്ലേ. അതായത് ഒരു മെഷീനിൽ റോ മെറ്റീരിയൽസ് ഇട്ട് കൊടുത്തു, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു മെഷീനിന് റോ മെറ്റീരിയൽസ് ഇട്ട് കൊടുത്തു, അത് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് വന്നു. ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു മെഷീനിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ സെക്കൻഡ് മെഷീനിൽ യൂസ് ചെയ്യുന്ന ആ ഇൻപുട്ട് എന്ന് പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, റോ മെറ്റീരിയൽ അല്ല. അപ്പോൾ അങ്ങനെ വരുന്ന പ്രൊഡക്ട്സ്, അതായത് ഇങ്ങനെ ഉള്ള വർക്ക് ഇൻ പ്രോഗ്രസ്സുകളെ കുറച്ച് കൂടുതൽ കീപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ചിലപ്പോൾ ഫസ്റ്റ് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഈ സെക്കൻഡ് മെഷീൻ അവിടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സുകൾ കുറച്ച് കൂടുതൽ കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെൻറ്ററികളെയാണ് ഡീകപ്ലിംഗ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. This type of inventory decreases the business's dependence on the sequential nature of production line and means that machine B does not have to wait for machine A to finish before they can start. അപ്പോൾ ഇവിടെ രണ്ട് മെഷീനുകളുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഒരു മെഷീൻ A ഉണ്ട്, അതുപോലെ മെഷീൻ B ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ മെഷീൻ എയിൽ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന പ്രോഡക്റ്റാണ് മെഷീൻ ബി അതിൻ്റെ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ എയിൽ വരുന്ന എ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മെഷീൻ ബിയുടെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. സോ ഇവിടെ മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കുറച്ച് കൂടുതൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഈ പ്രൊഡക്ഷനിൽ സ്മൂത്തായിട്ട് പ്രൊഡക്ഷൻ നടത്താനും അതുപോലെ തന്നെ വർക്കിൽ ആ പ്രൊഡക്ഷൻ ലൈനിൽ സ്റ്റോപ്പേജ് ഒന്നും വരാത്ത രീതിയിൽ ഈ പ്രൊഡക്ഷനെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. The machine B operator can pull parts from decoupling stock even if machine A is down for repairs. ഇപ്പോൾ മെഷീൻ എയിൽ നിന്നുമുള്ള പ്രൊഡക്റ്റാണ് മെഷീൻ ബിയിലേക്ക് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. മെഷീൻ എ എന്തെങ്കിലും കാരണം കൊണ്ട് റിപ്പയേഴ്സോ എന്തെങ്കിലും കൊണ്ട് ഡാമേജ് ആയിട്ട് എന്തെങ്കിലും റിപ്പയറിലാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ടൈമിൽ മെഷീൻ ബി തൊട്ടുള്ള പ്രൊഡക്ഷൻ സ്മൂത്തായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആ പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ കറക്റ്റായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ മെഷീൻ എയിൽ നിന്നുമുള്ള പ്രൊഡക്റ്റ് കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ മെഷീൻ ബിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ മെഷീൻ എ റിപ്പയർ ആയി എങ്കിലും ആ പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് ഡീകപ്ലിംഗ് ഇൻവെൻറ്ററീസ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കുന്നു. ഇതിനെയാണ് ഡീകപ്ലിംഗ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്നുമുള്ള ഔട്ട്പുട്ട് ആയിരിക്കാം മറ്റൊരു പ്രൊഡക്ഷന് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ആ പ്രൊഡക്റ്റ്, അതായത് ആ ഫസ്റ്റ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് കുറച്ച് കൂടുതൽ കീപ്പ് ചെയ്ത് വെച്ചാൽ അതിനെയാണ് ഡീകപ്ലിംഗ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. അത് കുറച്ച് കൂടുതൽ കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സെക്കൻഡ് പ്രോസസ്സ് തൊട്ടുള്ള ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സൈക്കിൾ ഇൻവെൻറ്ററി. അപ്പോൾ സൈക്ലിംഗ് ഇൻവെൻറ്ററി അല്ലെങ്കിൽ സൈക്കിൾ ഇൻവെൻറ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻവെൻറ്ററി അക്യുമുലേറ്റഡ് ഡ്യൂ ടു ഓർഡറിങ് ഇൻ ലോട്ട്സ് ഓർ സൈസ് ടു അവോയ്ഡ് ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി. ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് ഇല്ലാതാക്കുന്നതിന് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെൻറ്ററീസിനെ ഓരോ ലോട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഓർഡറിങ് സൈസായിട്ട് ഇൻവെൻറ്ററിയെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സിനെയാണ് സൈക്കിൾ ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഇൻവെൻറ്ററി, അതായത് ഓരോ ലോട്ട്സ് ആയിട്ട് ആ ഇൻവെൻറ്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് ഓർഡർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റ്, ബൾക്കായിട്ടുള്ള ഒരു ഇൻവെൻറ്ററി ക്യാരി ചെയ്യാനുള്ള കോസ്റ്റ് അവിടെ വരുന്നില്ല. ചെറിയ ചെറിയ ലോട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ സൈസായിട്ട് അതിനെ ഓർഡർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് സൈക്കിൾ പ്രോസസ്സ്, അതായത് അത് സ്റ്റോപ്പേജ് ഇല്ലാതെ ഇങ്ങനെ ആ ഇൻവെൻറ്ററി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് റെഫേഴ്സ് ടു ദ മേജർ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റോക്ക് വിത്തിൻ ദ പ്രൊഡക്ഷൻ വെയർഹൗസ്. പ്രൊഡക്ഷൻ വെയർഹൗസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സ്റ്റോക്കാണ് ഈ രീതിയിൽ സൈക്കിൾ ഇൻവെൻറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ദ ബാച്ച് സൈസ് ഓർ പ്രൊഡക്ഷൻ റൺ ലെങ്ത് ഓഫ് ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ മാനുഫാക്ചറിങ്
യൂണിറ്റിലെ ആ റണ്ണിൻ്റെ ലെങ്ത് അനുസരിച്ചാണ്, അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് ഇവിടെ ഈ സൈസ് അല്ലെങ്കിൽ ബാച്ച് എത്ര പ്രാവശ്യം സൈക്കിൾ ചെയ്ത് ഓർഡർ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് മേജർ ഒബ്ജക്റ്റീവ്സ് ഓർ റീസൺസ് ഫോർ ഹോൾഡിംഗ് ഇൻവെൻറ്ററി. എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഒരു ഓർഗനൈസേഷൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻറ്ററി കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ദെൻ to ensure against delay in deliveries, then to allow for a possible increase in output so required, to ensure against scarcity of materials in the market, then to make use of quantity discounts, then to utilize to advantage price fluctuations. ഇതൊക്കെയാണ് മെയിൻ റീസൺസ് പറയുന്നത്. ഫസ്റ്റ് വൺ is financial objectives. Major financial objective of holding the inventory is to keep the investment involved in an enterprise's cash position. ഒരു എൻ്റർപ്രൈസിൻ്റെ ക്യാഷ് പൊസിഷൻ അല്ലെങ്കിൽ ക്യാഷ് ബാലൻസിൽ ചേഞ്ചസ് ഒന്നും വരാതെ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവാണ്. സോ ദാറ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് നോട്ട് ത്രോൺ സീരിയസ്ലി ഔട്ട് ഓഫ് ബാലൻസ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന എമൗണ്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇൻവെൻറ്ററി ഹോൾഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ എഫക്റ്റ് ചെയ്യാതെ തന്നെ ആ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് ഇൻവെൻറ്ററി വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻവെൻറ്ററീസ് പർച്ചേസ് ചെയ്യാനായിട്ട് അഡീഷണൽ എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടു എൻഷുർ എഗെയിൻസ്റ്റ് ഡിലേ ഇൻ ഡെലിവറീസ്. The delay in delivery of finished product to the buyer is avoided by holding inventory stock of finished goods. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഡിലേ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ തന്നെ ഈ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അത് വെച്ച് നമുക്ക് ആ ഡിലേ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിലുള്ള ഡിലേ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജാണ്. Then to allow for a possible increase in output if so required. Market requirements may disturb the manufacturing program of the enterprise. Depending upon the production requirements, stock are to be maintained and supplied. അപ്പോൾ മാർക്കറ്റ് റിക്വയർമെൻറ്റ്സ് മാനുഫാക്ചറിങ് പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറയുന്നത് മാർക്കറ്റ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൽ എന്തെങ്കിലും ഇൻക്രീസ് സംഭവിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സപ്ലൈ ചെയ്യാനുള്ള ഐറ്റംസ് എപ്പോഴും ഒരു ഓർഗനൈസേഷൻ കീപ്പ് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മാനുഫാക്ചറിങ് കൺസേണിൻ്റെ വർക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യാതെ തന്നെ ഈ മാർക്കറ്റ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇൻവെൻറ്ററി കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മാർക്കറ്റ് റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ടു എൻഷുർ എഗെയിൻസ്റ്റ് സ്കേഴ്സിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇൻ ദ മാർക്കറ്റ്. Sometimes input materials may become scarce and difficult to get when there is a large fluctuation in output and demand for them. അപ്പോൾ മെറ്റീരിയൽസ് ഉണ്ടാവുന്ന സ്കേഴ്സിറ്റി, അതായത് പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, വർക്ക് ഇൻ പ്രോഗ്രസ് ആയിക്കോട്ടെ, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കോട്ടെ, അപ്പോൾ അതിൽ വരുന്ന സ്കേഴ്സിറ്റി, അതിൽ ലഭ്യത കുറവ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ കൂടുതൽ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽസ് കുറച്ച് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുക, ഇൻപുട്ട് മെറ്റീരിയൽസ് കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് നമുക്ക് ആ ഓർഗനൈസേഷൻ്റെ റണ്ണിങ്ങിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ ആ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്കേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലഭ്യത കുറഞ്ഞ മെറ്റീരിയൽസ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് എപ്പോഴും മാനുഫാക്ചറിങ് പ്രോസസ്സ് സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് മേക്ക് യൂസ് ഓഫ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ്. ഇൻപുട്ട് മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻറ്റ്സ് പാർട്സ് മേ ബി ചീപ്പർ വെൻ പർച്ചേസ്ഡ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ് ഓയിങ് ടു ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് ആൻഡ് ലോവർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓർ ചാർജസ്. നമുക്കറിയാം ബൾക്കായിട്ട് ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അവിടെ ലോവസ്റ്റ് കോസ്റ്റിന് നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബൾക്കായിട്ട് നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഡിസ്കൗണ്ട്സ് കിട്ടുകയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നു. 2 പ്രാവശ്യം പർച്ചേസ് ചെയ്യേണ്ട ഐറ്റംസ് ഒരു
പ്രാവശ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ക്യാഷ് ഡിസ്കൗണ്ട്സും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2 പ്രാവശ്യമുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടു യൂട്ടിലൈസ് അഡ്വാൻറ്റേജ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. Price fluctuations may have marked effect on the product procurement policy of an enterprise or organization. If these fluctuations are utilized to advantage of the unit, materials have to be purchased in adequate quantities when prices are lowest. അപ്പോൾ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ മെറ്റീരിയൽസ് ആവശ്യമാണ്. ഈ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് എപ്പോഴും ഒരേപോലെ തന്നെ ഇരിക്കില്ല, അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മാർക്കറ്റിലെ എല്ലാ പ്രോഡക്ട്സിൻ്റെയും പ്രൈസ് ചേഞ്ചസ് വരുന്നത് പോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ പ്രൈസസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും ലോവസ്റ്റ് ആകുന്ന ടൈമിൽ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് കൊണ്ട് ഒരു ഓർഗനൈസേഷന് കിട്ടുന്ന അഡ്വാൻറ്റേജ്. പ്രൈസ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുമ്പോൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അങ്ങനെ കുറയുന്ന സമയത്ത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷന് ആ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനും പ്രോഫിറ്റ് കൂട്ടാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇൻവെൻറ്ററി കീപ്പ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഒരു ഓർഗനൈസേഷന് കിട്ടുന്ന അഡ്വാൻറ്റേജസ്. താങ്ക് യു.